മുജാഹിദുകൾ മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണെന്ന് ദുഷ്പ്രചരണം പറഞ്ഞ് കുടുംബങ്ങളെ പലരും പറ്റിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, മുജാഹിദുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, തെളിവില്ലാത്തത് ചെയ്യുന്നില്ല. മരിച്ചയിടത്ത് ഖുർആൻ ഓരോന്നൊരു സമ്പ്രദായം നബിതങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. ജനാസ കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ദിക്ർ പറയുന്നൊരു സമ്പ്രദായം മുത്തു മുസ്തഫ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് വെറുപ്പുണ്ടായിട്ടല്ല. അതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നു, അതാണും പെണ്ണുമൊക്കെ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകൾ, നമ്മെ നന്മ മുടക്കികൾ എന്ന് പറയുന്ന ആളുകൾ, അവരതാ ഒരു സ്ത്രീയെ ജനാസ നിസ്കരിക്കാൻ സമ്മതിക്കൂല, ആണുങ്ങൾ നിസ്കരിച്ചോട്ടെ, പെണ്ണ് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരാണ്. പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, എന്ത് രൂപത്തിലുള്ള നിസ്കാരമാണ് അവർ നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞതിനെ കളിയാക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട്. എത്രയോ ക്ലിപ്പുകൾ ആ വിഷയത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് പറയുന്ന മുസ്ലിയാക്കന്മാർ വാസ്തവത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജനാസ നിസ്കരിച്ചിട്ടില്ലേ? എത്രയോ ആളുകളുടെ അവരുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ലേ? എന്നിട്ട് ആ നന്മ മുടക്കുന്ന ആളുകളാണ് നമ്മെ നോക്കിയിട്ട് നന്മ മുടക്കികൾ എന്ന് പറയുന്നത്. ഖബറിൽ മയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഖബറിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്കിതാ, റബ്ബേ നിന്റെ മലക്കുകൾ ചോദ്യത്തിന് വരികയാണ്, നീ ആ മനുഷ്യൻ്റെ ഖബറിൽ അദ്ദേഹത്തിന് പ്രകാശം ചൊരിയണേ, ഇടുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, ഭയങ്ങളിൽ നിന്ന് മുക്തമാക്കണേ, അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കണേ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് ആ ഖബറിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് നമ്മൾ ദുആ ചെയ്യാറില്ലേ? മരണാനന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാറില്ലേ? അവസരം കിട്ടുമ്പോൾ ആ ഖബറുകൾ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറില്ലേ? ഇതൊക്കെയാണ് മുത്ത് മുസ്തഫ പഠിപ്പിച്ചത്.